അസ്സലാമലൈക്കും. വ്യവസ്ഥ. മിഷേൽ അല്ലേ? അതെ. നിങ്ങള് സൺ ഡയറക്റ്റ് മാത്ര ചെയ്യണേ? സൺ ഡയറക്റ്റ് വർക്ക്, പിന്നെ ഇതിന്റെ വർക്ക്, CCTV വർക്ക്. നിങ്ങൾ പ്ലംബിങ് ചെയ്യണ്ടോ ഇപ്പൊ? പ്ലംബിംഗ് വർക്ക് ഇപ്പൊ ഇല്ല. നിങ്ങള് രണ്ടാഴ്ചയായിട്ട് പ്ലംബിംഗ് വർക്കായിട്ട് തിരക്കിലായിരിക്കും, നിങ്ങൾ നാട്ടിലുണ്ടാവില്ല എന്നൊക്കെ പറയണ ഹസൻ ഭായ്. എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്, ഞാനൊരു വർക്കിലാണ്, വിളിക്കാം. നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഒരാള് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിക്കുന്നത്, എനിക്കെതിരെ ഇപ്പം ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ. ഞാൻ സത്യസന്ധമായിട്ട് നടക്കുന്ന ഒരാളാണ്. അല്ല, എനിക്ക് എന്റെ സ്ഥലം മാറ്റി പറഞ്ഞു. സത്യസന്ധമായി നടക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതിന് എന്തുകൊണ്ട് ഞാൻ എന്റെ സ്ഥലം മാറ്റി പറഞ്ഞില്ല? നിങ്ങൾ സ്ഥലം മാറ്റി പറഞ്ഞില്ല, പക്ഷെ നിങ്ങളെ കുറിച്ച് ഹസൻ എന്തൊക്കെ നുണ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് അല്ല, മൂപ്പര് പറഞ്ഞത് എനിക്ക് തിരക്കുണ്ടായിരുന്നു. ഒക്കെ സത്യമാണ്. പ്ലംബിങ്ങിന്റെ ജോലിയാണ് നിങ്ങൾക്ക്? എനിക്ക് രണ്ട് വർക്ക്. നിങ്ങൾ എന്നെ പറ്റി നിങ്ങൾ അന്വേഷിച്ചു. പ്ലംബിങ്ങിന്റെ ജോലിക്ക് വേണ്ടി രണ്ടാഴ്ച പാലക്കാട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് നുണയല്ലേ? അതെനിക്കറിയില്ല. 2 ആഴ്ച ഞാൻ ഇവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി? നിങ്ങളോട് എനിക്ക് സംസാരിക്കണം ഞാൻ ഹസനോട് ആവശ്യപ്പെട്ടപ്പോ ഹസൻ എന്തിനാ നമ്പർ കൊടുക്കരുത് നിങ്ങൾ പറഞ്ഞത്? ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ഒരാളെ ദ്രോഹിക്കേണ്ട കാര്യം കൂട്ടി നിൽക്കില്ല. അതാരായിക്കോട്ടെ. ഹസനും സംഘവും ഇപ്പൊ എനിക്കും എന്റെ കുടുംബത്തിനെതിരെ നടത്തുന്നത് ദ്രോഹമാണെന്ന് നിങ്ങൾക്ക് അറിയോ? അങ്ങനെ ഒരാളെ കുടുംബം നമ്മൾ അല്ല, അങ്ങനെ അവർ ചെയ്യണ ദ്രോഹമാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? അല്ലേ? ദ്രോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീട്ടിൽ പോയത് അതൊക്കെ മാന്യമായ അന്തസ്സുള്ള പരിപാടിയാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടു. വീട്ടിലേക്ക് അതൊന്നും ചെയ്യാൻ പാടില്ല. അത്രേ ഉള്ളൂ. നമുക്ക് എന്നെ സംബന്ധിച്ച് നോക്കൂ, ഞാൻ മിഷാലിനോട് വിളിച്ചു. മിഷാലിന്റെ അഭിപ്രായം ഞാൻ അന്ന് ഹസനോട് പറഞ്ഞത്. ഒരിക്കലും ഞങ്ങളെ കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാൽ